നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വാഴലിക്കാവ് പ്രദേശത്തെ പുഴയിലെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യാനുള്ള നടപടിക്ക് സഹായം നൽകുമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രൻ പറഞ്ഞു. പുഴ സംരക്ഷണ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രദേശവാസികളുടെ പരാതി കേട്ട് പ്രതികരിക്കുകയായിരുന്നു അവർ. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ജില്ലയിൽ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു 15 വർഷമായിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് സൗജന്യമായി നിയമസഹായം എത്തിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്കും കുട്ടികൾക്കുമൊക്കെ നിയമ അവബോധം നൽകുക എന്നുള്ളതുമാണ്. അതായത് 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് സൗജന്യമായി കേസ് നടത്താനായി അഡ്വക്കേറ്റിനെ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ജയിലുകളിലൊക്കെ കഴിയുന്ന പ്രതികൾക്ക് അഡ്വക്കേറ്റിനെ വെക്കാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ അവർക്ക് സൗജന്യമായി കേസ് നടത്താനുള്ള അഡ്വക്കേറ്റിനെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ 2 ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ താലൂക്കിലും ഒരു ലീഗൽ സർവീസ് കമ്മിറ്റിയുണ്ട്. അവിടെയും ഇതുപോലെ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു പാനലുണ്ട്. അവിടെ നിന്നും അവർക്ക് ഓരോ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ സൗജന്യ നിയമസഹായത്തിന് വെച്ചു കൊടുക്കാറുണ്ട്. പ്രതികൾക്ക് കേസ് നടത്തുവാനും ഇപ്പോൾ വാദികളായി കേസ് ഒരു സിവിൽ കോടതിയിലേക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 3 ലക്ഷത്തിൽ കുറഞ്ഞ വരുമാനമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് സിവിൽ വ്യവഹാരങ്ങൾ ചെയ്യുവാനുമുള്ള അഡ്വക്കേറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാനൽ തന്നെ താലൂക്കിലുമുണ്ട്, ജില്ലയിലുമുണ്ട്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലുമുണ്ട്. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഇതുപോലെയുള്ള സൗജന്യ നിയമസഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ലീഗൽ അവയർനെസ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വിവിധ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവബോധം നൽകുക എന്ന് വെച്ചാൽ നമുക്ക് നിയമ പഠനം നമ്മുടെ സിലബസിലില്ല, ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല നിയമമൊന്നും. നിയമം അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. കാരണം ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല നിയമത്തിൻ്റെ മുമ്പിലെന്നാണ്. അപ്പോൾ എല്ലാവരും നിയമം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാവരിലേക്കും നിയമം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇമ്പോർട്ടൻ്റായ ഡേയ്സുകളും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് റിവർ പ്രൊട്ടക്ഷൻ ഡേ ആണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള 2 താലൂക്കാണ്. ഒന്ന് തലപ്പള്ളിയും ഒന്ന് ചാലക്കുടിയും. അവിടെ ചാലക്കുടി പുഴയുണ്ട്, ഇവിടെ ഭാരതപ്പുഴയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിവർ പ്രൊട്ടക്ഷൻ ഡേ ഇവിടെ നടത്താമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതാണ്. PLV റസീനയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് വന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. പക്ഷേ മെമ്പറും വൈസ് പ്രസിഡൻറ്റും എല്ലാവരും എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഓഫ് റിവർ എന്ന് പറയുന്ന റിവർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുണ്ട്. കൂടാണ്ട് ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നു. വളരെ സന്തോഷം. ഈ ഒരു അറ്റംപ്റ്റ് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ആങ്സൈറ്റി അത് നല്ലതാണ്. കാരണം ഈ ഒരു ഭാരതപ്പുഴ നമ്മൾ എന്താ പറയുക ഫോട്ടോസിലൂടെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്ഥലം കോട്ടയമാണ്. അപ്പോൾ ഇതിലൊക്കെ സിനിമകളിലും പാട്ടുകളിലും ഫോട്ടോസിലുമൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ഭാരതപ്പുഴയുടെ ഒരു എന്താ പറയുക ഒരു അസ്ഥികൂട അവസ്ഥ നക്ഷല് മാത്രമാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. വരുന്ന തലമുറയ്ക്ക് ഇവിടെ വളരെ സമാധാനവും സുന്ദരമായ ഒരു ഭൂമിയിൽ കൂടെ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുക. അതെങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി തന്നെ നടത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയുവാനുള്ളത്. പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, പഴയ അവസ്ഥയിലേക്ക് റെസ്റ്റോർ ചെയ്യപ്പെടേണ്ടതുമാണ്. ലീഗൽ സർവീസ് അതോറിറ്റി ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ടും 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. അതിൽ ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കളക്ടറുണ്ട്, പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഞങ്ങൾക്കൊരു ഇടപെടൽ നടത്താം. അത് ഞങ്ങൾ ശ്രമിക്കും.